ചെറുതായിട്ടൊന്ന് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ശക്തമായ മഴയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല എല്ലാ കേരളത്തിലുടനീളം നല്ല ഇന്നലെ തുടങ്ങിയ മഴയാണ്. ഇതുവരെ ഒരു ബ്രേക്ക് ഉണ്ടായിട്ടില്ല, ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിട്ടുള്ളൂ മഴയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്കിന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് തവ ചിക്കനാണ്. അപ്പോൾ ചെറിയൊരു കോയിലും വാങ്ങിയിട്ട് അങ്ങനെ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബോറടി. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ തവ ചിക്കനാണ്. നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് റിക്വസ്റ്റാണ്, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. തവ ചിക്കൻ ആവശ്യമായ തവ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വലുത് എൻ്റെ കയ്യിലില്ല, ചെറുതാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ചെറുത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ അരിഞ്ഞ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും ആദ്യം നമുക്ക് ഇതിട്ടിട്ട് നല്ലോണം വാറ്റി എടുക്കാം. നല്ലോണം മിക്സ് ആയിക്കോട്ടെ. ചെറിയ വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതാണ് ഇങ്ങനെ പൊട്ടുന്നത്. ഏകദേശം ഈ ഒരു കളറിലായാൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയുണ്ട്. അപ്പോൾ 2 ഉള്ളി ഉപയോഗിച്ചിട്ടുള്ളത്. 2 മുഴുവനായിട്ട് വേണമെന്നില്ല, ഞാൻ അതിൻ്റെ ഹാഫ് ഇടുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് ഇത്രയേ വേണ്ടി വരും, ഹാഫ്. ഓക്കെ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ ഒരു പരുവത്തിലായാൽ നമുക്കിതിൽ ഡയറക്റ്റ് ചിക്കൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. ഇതിൽ 1 സ്പൂണ് ഉപ്പ് ഇടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും അതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരെ ചിക്കൻ ഇടാം. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ചിക്കന് നല്ലോണം വേവും. അതേ ചിക്കൻ അപ്ലൈ ചെയ്യണം. നല്ല ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ നമുക്കിടാം. നമുക്ക് ബോൺലെസ് പീസ് ഉപയോഗിക്കാം, ബോൺലെസ് പീസ് ഉപയോഗിക്കാം, പ്രശ്നമില്ല. പക്ഷേ നമുക്ക് പൊതുവെ ചിക്കനാകുമ്പോൾ നല്ല കൊട്ടെല്ലാം കിട്ടും, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ജീരകം അതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂണ് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂണ് പെപ്പർ പൗഡറും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം ആവശ്യമുള്ള സാധനം മല്ലിപ്പൊടിയും മുളക് പൊടിയാണ്. നമ്മൾ അടിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. 1/4 സ്പൂൺ ഉപ്പ് നമുക്ക് മുകളിലേക്ക് ഇടാം. 1 സ്പൂണ് മല്ലിയും അതേപോലെ തന്നെ എരിവില്ലാത്ത മുളക്, കാശ്മീരി ചില്ലി ഞാൻ കുറച്ച് അധികം തന്നെ ഉപയോഗിക്കുന്നുണ്ട്, 2 സ്പൂണ്. കാരണം കിടന്നോട്ടെ, എരിവ് ഉണ്ടാവില്ല. ഓക്കെ, അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടി എണ്ണ ഉപയോഗിക്കാം. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടിയൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് ഓടിച്ചോ. ചെറുതായിട്ടൊന്ന് പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ എടുത്ത പാത്രം ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ഇളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് സംഭവം. ഞാൻ ഓടിച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്തായാലും കഴിക്കാൻ കിട്ടുന്ന സാധനം ഒന്നല്ല ഇരിക്കില്ല, മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നല്ലോണം വെന്തോട്ടെ. അപ്പോൾ നമുക്കൊരു കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പൊത്തി വെക്കാം. നമ്മൾ പൊത്തി വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് ചിക്കൻ്റെ വെള്ളമൊക്കെ പൊട്ടിയിട്ട് അപ്പോൾ കുറച്ച് നീരുണ്ട്. അപ്പോൾ നീര് വലിയ വിഷയമല്ല, നമുക്ക് നമ്മൾ അടിക്ക് പിടിക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ചിക്കൻ പൊത്തി വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ നീരിങ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്താക്കാം, നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച തക്കാളി ഉണ്ട്.
നമുക്ക് തക്കാളി, ഞാൻ തക്കാളി 2 ചെറിയ തക്കാളി ഉപയോഗിച്ചത്, കൂടുതൽ വേണ്ട. തക്കാളി ഇട്ടിട്ട് ഒരു 1/4 മണിക്കൂറും കൂടി നമുക്ക് പൊത്തി വെക്കാം. ഏകദേശം 10-20 മിനിറ്റായി നമ്മളിങ്ങനെ തക്കാളി ഇട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം ദിവസം. നല്ലോണം ഇതായിട്ടുണ്ട്. ഇനി അടിക്ക് പോയിനോന്നറിയില്ല, കാരണം ലോ ഫ്ലെയിമിൽ വെച്ചത് ഇല്ല, വലിയ രീതിയിലൊന്നും പോയിട്ടില്ല. ഇതിൽ കാണുന്ന നീര് നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടൊന്ന് പ്ലക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ കാണുന്ന നീര് പിന്നെ ഇങ്ങ് വറ്റിക്കോളും കുറച്ച്. ഇനിയിപ്പോൾ നമ്മൾ ഇനി പൊത്തേണ്ട ആവശ്യമില്ല, നമുക്ക് പിന്നെ ചിക്കനെല്ലാം വെന്ത പോലെ ഉണ്ട്. അപ്പോൾ ഇനി ഈ നീര് വറ്റാനും വേണ്ടിയിട്ട് കുറച്ച് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഓട്ടോമാറ്റിക് വറ്റിക്കോളും. നമ്മൾ മൂടുന്നതിനനുസരിച്ചിട്ട് വെള്ളം കൂടും. ഓക്കെ, അതിൻ്റെ ഗ്യാപ്പിൽ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഉപ്പ് എരിവ് കറക്റ്റാണ്. നമുക്ക് ഈ വെള്ളം വറ്റുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെള്ളമൊക്കെ എന്തായാലും വറ്റുമെന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2-3 സാധനങ്ങൾ നമുക്കൊന്ന് ആഡ് ചെയ്യണം. ഓക്കെ, അതിൽ പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ഐറ്റംസ് തന്നെയാണ്. ഇത് മാഗി ക്യൂബാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് പിന്നെ ചെറിയ കഷ്ണങ്ങൾ, കൂടുതൽ വേണ്ട, ഇതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് നമുക്ക് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ എരിവ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചും കൂടി ഒരു 1/2 സ്പൂണ് കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാല. അപ്പോൾ എല്ലാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നല്ലോണം ചിക്കനും വെന്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇത് ക്യാപ്സിക്കയാണ്, ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ മുളക്, സാധാ മുളകാണ്, മുളക് പൊടിച്ചത്, ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത്, ഞാൻ ഇവിടെ തന്നെ ഉള്ള മുളകാണ്, അതും കംപ്ലീറ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി മല്ലിയില ഒന്നിട്ടിട്ട് നമ്മൾ എന്താക്കുക, നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നേരത്തെ കണ്ട വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പറ്റിയിട്ടുണ്ട്. നമ്മൾ ചിക്കന് വെന്തോന്ന് കൂടി ഒന്ന് നോക്കാനുണ്ട്. ഇപ്പോൾ ചിക്കൻ കാണുമ്പോൾ വെന്ത പോലെ ഉണ്ട്, എന്നാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് കുറച്ചും കൂടി പറ്റും നല്ലോണം. ഓക്കെ, ചിക്കൻ വെന്തിട്ടുണ്ട്, കാരണം ഓരോ പീസൊക്കെ കണ്ട പിന്നെ നല്ലോണം അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് വറ്റിയിട്ടുണ്ടാവും. ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് പിന്നെ നല്ലോണം മിക്സ് ആയിക്കോട്ടെ, വെന്തോട്ടെ. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് പിന്നെ ഇത് മൂടാണ്ട് തന്നെ വെക്കാം. ഗൈസ്, നമ്മളെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ കണ്ട ആ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ നമ്മൾ 2-3 സാധനം കൂടി ചേർത്തിട്ട് ഇളക്കിയിട്ട് നമുക്ക് എന്താക്കാം, നമ്മൾ ഇതിനകത്തേക്ക് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ് കസൂരി മേത്തി. അപ്പോൾ അതൊരു കുറച്ച് കുറയൊന്നും വേണ്ട, കുറേയിട്ട് ടേസ്റ്റ് അങ്ങ് മാറും, നല്ല സാധനമാണ്. ഞാനൊരു കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നീളത്തിലരിഞ്ഞ ഇഞ്ചി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട്, ഇപ്പോൾ ഇറച്ചിയൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സ്റ്റൗ പിന്നെ ഒന്ന് ഓഫ് ചെയ്തോളാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാ, നേരത്തെ കണ്ട വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഗൈസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കും അതുപോലെ തന്നെ മല്ലിയില ഒന്ന് നന്നായിട്ട് ഇടുക. അപ്പോൾ സംഭവം സെറ്റാണ്, സാധനം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളിയായിട്ട് സാമ്പാർ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല മണയിലുണ്ട് അടിപൊളിയായിട്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ടേസ്റ്റ് ചെയ്യാൻ ആളില്ല, അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ചെറിയ പീസും കാണുന്നില്ലല്ലോ, ബോൺലെസ് പീസിൻ്റെ കഷ്ണം എടുത്തിട്ട് കുറച്ച് മസാല, ഇതിൻ്റെ കൂടെ തെക്കൻ പത്തിരിയോ അല്ലെങ്കിൽ സാധാരണ നാട്ടിലെ പത്തിരിയോ എന്തായാലും പൊറോട്ടയോ കുബൂസോ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു കഷ്ണം ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല, സാധനം നെരിയാണ്. ഓക്കെ,
അടിപൊളി സാധനം. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് പാളിപ്പോയിട്ടുണ്ട്. അത് പാളിപ്പോയത് സാധനമല്ല കേട്ടോ, നമ്മൾ തവ എടുത്ത് നോക്കുമ്പോൾ തവക്ക് പണി കിട്ടിയാണ്. കാരണം ഇളക്കാൻ പറ്റിയിട്ടില്ല, പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കി മറ്റേ പെട്ടെന്ന് ഉരുളിലേക്ക് മാറ്റി സെറ്റ് ചെയ്തതാണ്. സാധനങ്ങൾ ഉണ്ടാക്കി വെക്കണം, നല്ല വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ കാണുമ്പോൾ ഏകദേശം ചില്ലി പോലെയാണ്, ചില്ലി ഒന്നല്ല ഇത്, ടേസ്റ്റ് തന്നെ ഡിഫറെൻ്റാണ്. അടിപൊളി സാധനമാണ്, കാണുമ്പോൾ നല്ലതാണ്. ഇത് നല്ലൊരു പിടുത്തം പിടിച്ചതല്ല, എൻ്റെ ഒരു വിധത്തിൽ തെക്കൻ പത്തിരിയാണ് 50 പോകും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും സുഹൃത്തുക്കളോടും സപ്പോർട്ട് ചെയ്യാൻ പറയുക. എൻ്റെ ചാനലാണ്, നിങ്ങളുടെയും കൂടി ചാനലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും, ഗുഡ് ബൈ.